ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അറേബ്യൻ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അറബികൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസാണിത്. നല്ല ടേസ്റ്റുമാണ്. പിന്നെ ബ്രെഡും പാലും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇത് അതിലേക്കുള്ള മെയിൻ ഐറ്റംസായ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പാത്രം ഒരു സ്ക്വയർ ടൈപ്പിലാണ്. അപ്പോൾ അതിലേക്കുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ബ്രെഡ് എടുത്താൽ മതി. പിന്നെ അതിൻ്റെ സൈഡത്തെ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ബ്രെഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പാലൊന്ന് കുറുക്കിയെടുക്കാണ്ട് ഇപ്പോൾ അധികം ആവശ്യമുള്ളതാണ്. അതിന് ഞാൻ 3 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്തായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പാൻ വെച്ചിട്ട് അതിൽ പാല് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പാല് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കസ്റ്റാർഡ് മിക്സ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കസ്റ്റാർഡ് മിക്സ് ചേർത്തിട്ട് അതും കൂടെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ 1 ടീസ്പൂണോളം കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണ്ട, കട്ട പോലെ ആക്കണ്ട. ഈ ഒരു ലൂസ് ടൈപ്പിലാണ് നമ്മൾ കുറുക്കിയെടുക്കുന്നത് ഇതിലേക്ക്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കസ്റ്റാർഡ് മിക്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാ ഞാൻ ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ക്രീമും പിന്നെ കുറച്ച് പാലും മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കസ്റ്റാർഡ് മിക്സിലൊന്നും മധുരം ചേർത്തിട്ടില്ല. കാരണം നമ്മൾ ഇതിൽ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്ന കാരണം കസ്റ്റാർഡ് മിക്സിലൊന്നും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിലുള്ള ഈ പുഡിങ്ങിൻ്റെ മധുരം ഈ മിൽക്ക് മെയ്ഡാണ്. വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു അര ടിന്നോളം ഇതിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ആ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതൊക്കെ കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാനിതാ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ലെയർ ഓരോ പീസ് 4 ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കസ്റ്റാർഡ് മിക്സില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ സെക്കൻഡ് ലെയർ ഇതേപോലെ 4 ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ആ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ 2 ലെയർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇതൊഴിച്ച് കൊടുത്താൽ മതി. ഞാനിത് ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തത് ഞാൻ കസ്റ്റാർഡ് മിക്സിലൊന്നും പഞ്ചസാര ഒന്നും ആഡ് ചെയ്യാത്ത കാരണം ഇത് ഇപ്പം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടാണ് മൊത്തത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ ചെയ്തിട്ടുള്ളത്.
രണ്ട് രീതിയിലും സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ആദ്യത്തെ ആ സംഭവം സെറ്റ് ചെയ്തിട്ട് ഇത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം ഞാനിത് ഒന്നായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബദാമോ പിസ്ത അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ പുഡിങ്ങിൻ്റെ സെറ്റിൽ ഇങ്ങനെ വെള്ളം പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. കസ്റ്റാർഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒക്കെ ആ മിക്സാണ്. ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.